ചെന്നൈ ഹാസ് എ വെരി സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ ചെന്നൈയിൽ ധാരാളം തവണ പോയിട്ടുണ്ടെന്നില്ല. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു ദ. പക്ഷേ ഒരു 5 years ബാക്ക് വരെ എൻ്റെ വീട്ടിൽ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു പ്ലേസാണ് ചെന്നൈ. എൻ്റെ അച്ഛൻ ചെന്നൈയിൽ ഒരു ഫ്രീക്വൻറ്റ് വിസിറ്ററായിരുന്നു. വർക്കിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ അപ്പ് ആൻഡ് ഡൗൺ ഒരു ദിവസം തന്നെ പോയി വരും. അപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ട്രാവലിംഗ് മെമ്മറി എന്താണെന്ന് ചോദിച്ചാൽ അതെന്ന് പറയുന്നത് അച്ഛനെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കലും തിരിച്ച് അച്ഛനെ കൊണ്ടുവരലും. രാവിലെ ഏർലി മോർണിംഗ് പോണ കാരണം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം ആൻഡ് തിരിച്ചു വരുമ്പോൾ ഡിന്നറും പുറത്തുനിന്നാക്കാം. അതായിരുന്നു അന്നത്തെ അതിൻ്റെ ലക്ഷ്യം. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. നമ്മളിപ്പോൾ കേൾക്കണ ഈ മോർണിംഗ് റൈഡ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് റൈഡ് എന്നൊക്കെ പറയുന്നത് ഞാൻ അന്ന് എൻജോയ് ചെയ്തേക്കുന്നത് ഈ എയർപോർട്ട് യാത്രകളാണ്. ഈ തവണത്തെ നമ്മുടെ ചെന്നൈ യാത്രയും അച്ഛൻ കുറേ നാൾ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ടായതാട്ടോ. ഇതൊരു ക്വിക്ക് ഒഫീഷ്യൽ ട്രിപ്പായി, കാരണം നമുക്ക് ചെന്നൈ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നമ്മുടെ ചെന്നൈയിലെ ഒരു ഈവനിങ്ങും പിന്നെ ഞങ്ങളുടെ യാത്രേൻ്റെ ഒരു ഐറ്റിനറിയും കൂടി ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 8:50 എറണാകുളം ജംഗ്ഷൻ ഗുരുവായൂർ പാസഞ്ചറിലാണ് നമ്മൾ തൃശ്ശൂർ എത്തിയത്. തൃശ്ശൂർ നമുക്ക് 10:40 ട്രെയിൻ ഉണ്ടായത്. MGR ചെന്നൈ സെൻട്രലായിരുന്നു. ആൻഡ് പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ 10 മണിയായപ്പോഴത്തേക്കും ചെന്നൈ സെൻട്രലിൽ എത്തിയായിരുന്നു. നമ്മൾ ഹോട്ടലിൽ റൂം ഓൾറെഡി booking.com വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു നമ്മളത് ചെയ്തിരുന്നത്. ആൻഡ് നമ്മുടെ മീറ്റിംഗ് ടി നഗറിലായി കാരണം നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വാസ് പോണ്ടി ബസാറിൽ നമ്മൾ അത്യാവശ്യം റിവ്യൂ നോക്കിയിട്ട് കാമാച്ചി മെസ്മാന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. എൻ്റെ ഫുഡ് വാസ് ഡെലീഷ്യസ്. കുറച്ച് സ്പൈസി ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു തമിഴ് സ്റ്റൈൽ ഫുഡ് കുറച്ച് സ്പൈസി ആണെന്ന് തോന്നുന്നു. നമ്മുടെ സെക്കൻഡ് സ്പോട്ട് വന്നത് എഗ്മോർ മ്യൂസിയം ആയിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ ക്ലിപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആൻഡ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ബ്യൂട്ടി ഭയങ്കര രസമായിരുന്നു. ആൻഡ് നമ്മൾ പോയ ടൈമും ഒരു ഈവനിങ് സൺസെറ്റ് ടൈമായ കാരണം അതിൻ്റേതായ ഒരു ഭംഗിയും കൂടി ആ സ്കൈനും ആൻഡ് ടോട്ടൽ അറ്റ്മോസ്ഫിയർ ആയാലും ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സമയമായിരുന്നില്ല. ആൻഡ് നമ്മൾ അവിടെ നിന്ന് ചെന്നൈയിലെ കാഴ്ചകളൊക്കെ കണ്ട് നീങ്ങുന്നത് മറീന ബീച്ചിലേക്കാണ്. അപ്പോൾ മറീന ബീച്ചിലേക്ക് നമ്മൾ കുറച്ചും കൂടി ലേറ്റായിട്ട് എത്തണം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ നാളെ മോർണിംഗ് നമുക്ക് ഒരു സ്ഥലം പോകാനുണ്ട്. ആൻഡ് അത് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കരുതി എന്നാൽ ഇന്ന് നമുക്കിപ്പോൾ റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ വേഗം മറീന ബീച്ചിലേക്ക് വിട്ടു. ആൻഡ് അതും നമ്മൾ ഈ സൺസെറ്റിൻ്റെ ടൈമിലെത്തിയ കാരണം നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് മറീന ബീച്ച് അത്യാവശ്യം വലിയൊരു ബീച്ചായിരിക്കാൻ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമാണ് പോയുള്ളൂ. ആൻഡ് കടകളൊക്കെ സ്റ്റാർട്ടായി വരുന്നുണ്ടായുള്ളൂ. നമുക്ക് ബീച്ചിലെ ലോക്കൽ ഫുഡുകളും പിന്നെ നൈറ്റ് വൈബും മിസ്സായിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ചെന്നൈയിൽ കുറേ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഫസ്റ്റ് ഡേ നമ്മൾ ചെന്നൈയിൽ ട്രാവലിങ്ങിന് ഉബർ ഓട്ടോയായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായത്. നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആയ കാരണം നമുക്ക് കുറേ സ്ഥലങ്ങൾ കണ്ടു തീർക്കണം എന്നതുകൊണ്ടാണ് നമ്മൾ ഉബർ ഓട്ടോ എടുത്തതും. ചെന്നൈയിൽ ലോക്കൽ ബസ് ഓപ്ഷൻസൊക്കെ ധാരാളം ഉണ്ട്. ആൻഡ് അത് നല്ലതുമാണ് ആൻഡ് ചീപ്പുമാണ് ഉബർ ഓട്ടോനെ വെച്ച് നോക്കുമ്പോൾ. ഈ ട്രിപ്പ് എനിക്ക് ഓവറോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ദൂരം ട്രെയിനിൽ ഓവർനൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് അച്ഛനാണ് നമ്മുടെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ മോസ്റ്റ് ഓഫ് ദ ഭാഗവും ചെയ്യാറ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കാറുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഫുള്ളി പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നത്. ഏതായാലും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.